അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ ചാനയെ മീറ്റ് ചെയ്യാൻ വന്ന റെജിനോ വന്നു പെട്ടത് സെഞ്ചുറിയുടെ വായിൽ. സെഞ്ചുറി അവളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൾ തനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നും പറഞ്ഞ് ഊരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ ഇപ്പം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ചായ തട്ടിക്കളയുമെന്നും പറഞ്ഞ് സെഞ്ചുറി അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ട ലാസ്റ്റ് സീനാണ്. സെഞ്ചുറി ചായയെ കൊലയ്ക്ക് കൊണ്ടുപോകും കൊടുക്കുന്ന പോലെ കാറിൽ 100-110 സ്പീഡിൽ കൊണ്ടുപോകുന്നത്. കാറിൽ പോകുന്ന വഴിക്ക് റെജിന അവളുടെ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെഞ്ചുറിയാണെങ്കിൽ അവളുടെ ഫോണും പൊട്ടൽ അവൻ്റെ ഫോണും കൂടെ എടുത്ത് വിൻഡോയിലൂടെ വലിച്ചെറിയുന്നുണ്ട്. ഇതേസമയം മാനേജറും ഡോക്ടറും എല്ലാം റെജിനോനെ സെഞ്ചുറി പിടിച്ചുകൊണ്ട് പോയ കാര്യം അറിയുന്നുമുണ്ട്. സെഞ്ചുറി റെജിനോനെ കൂട്ടി നേരെ വന്നത് ഏതോ ഒരു ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ലോട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ സെഞ്ചുറി റെജിനോനെ പിടിച്ചുകൊണ്ട് പോരാനുള്ള കാരണം അവൾക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചായയെ സെലക്ട് ചെയ്യണം. ആരെ സെലക്ട് ചെയ്യണമെന്ന് റെജിനോയ്ക്ക് ചൂസ് ചെയ്യാം. അതിന് റെജിനോനെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള കൊണ്ടുവരവാണ് ഈ വരവ്. എന്തോ കൊലയ്ക്ക് കൊടുക്കാൻ പോണ മാതിരി. റെജിനോ ഈ കാട്ടിക്കൂടലുകളെല്ലാം കൂടെ കണ്ടു നിൽക്കാൻ മേലാതെ ഇറങ്ങി പോകാൻ നിൽക്കുമ്പം സെഞ്ചുറി അവളെ പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പോയാൽ ചാട കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന് മനസ്സിലാക്കിയത് കാരണം അവൾ അവിടെ ആ കോപ്രായങ്ങളെല്ലാം സഹിച്ച് നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു. സോ വേറെ വഴിയില്ല, അവൻ്റെ കൂടെ തന്നെ ചെല്ലുന്നു. ആദ്യം അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ടെടിയും അതും ഇതുമൊക്കെ കാണിച്ചു കൊടുത്തപ്പം അതവൾക്ക് പിടിക്കാൻ മാട്ടേന്ന് മനസ്സിലായപ്പം വേറെ ഈ പിള്ളേരൊക്കെ കളിക്കുന്ന ട്രെയിൻ പോലത്തെ സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇവൻ്റെ ഈ കാട്ടിക്കൂട്ടലെല്ലാം കണ്ടിട്ട് നിനക്കെന്തറ എന്നെ കണ്ടിട്ട് തലയ്ക്ക് ഓളമുള്ള പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായി കാണിച്ച് അവളെ ഇട്ട് വട്ട് പിടിപ്പിക്കുന്നുണ്ട്. അവസാനം ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന കുരങ്ങൻ്റെ പോലത്തെ പാവയെ കാണിക്കുന്നുണ്ട്. റെജിനോ പേടിച്ച് ആ കുരങ്ങൻ കാണിച്ചു കൂട്ടുന്ന പോലെ ഇട്ട് കൊട്ടുന്ന പോലെ കാണിക്കുന്നുണ്ട്. സെഞ്ചുറി ആണെങ്കിൽ അത് കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അത് അവൻ അടയ്ക്കുമ്പോൾ അവൾ കൊട്ടു നിർത്തും, അവൻ തുറക്കുമ്പോൾ പിന്നെ അവൾ കൊട്ടു തുടങ്ങും. പാവൻ റെജിനോനെ ഇട്ട് പെടാപ്പാട് വെടിയിക്കുക സെഞ്ചുറി. ആ പൊട്ടം വിചാരിക്കുന്നത് റെജിനോയ്ക്കുള്ള ടെഡി ബിയറും ട്രെയിനും ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവൾ അവനെ ചൂസ് ചെയ്യുന്നുള്ള വിചാരത്തിലാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പയറ്റിയ 18 അടവ് ഏൽക്കാതാവുമ്പം അവസാനം അവനൊരു 19ാമത്തെ അടവിറക്കുന്നുണ്ട്. അങ്ങനെ സെഞ്ചുറി റെജിനോനെയും കൂട്ടി ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വരുന്നു. അവിടെ ചെന്ന് വഴിയരികിലെ ഒരു ഷോപ്പിൽ നിന്ന് വിൻ്റർ സീസണിൽ ധരിക്കുന്ന ഡ്രസ്സ് തപ്പുന്നുണ്ട്. സെഞ്ചുറിയുടെ സ്വഭാവത്തിന് തപ്പുക എന്നല്ല, വാരി വലിച്ചിടുക എന്ന് വേണം പറയും. തപ്പുന്നതൊന്നും പിടിക്കമാട്ടെ എന്നുള്ള അവസ്ഥ വരുമ്പം കടക്കാരൻ ഇട്ടേക്കുന്ന ഡ്രസ്സും വാങ്ങിച്ചിട്ടുകൊണ്ട് വരുന്നു. അതും ആ ജാക്കറ്റിൻ്റെ 3 ഇരട്ടി വില കൊടുത്ത്. അങ്ങനെ ജാക്കറ്റെല്ലാം വാങ്ങി ധരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ റെജിനോ ചായയെപ്പറ്റി നമ്മുടെ സെഞ്ചുറിയോടൊന്ന് സംസാരിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ തന്നോടുകൂടെ ഉള്ളപ്പോഴും റെജിനോ ചായയുടെ കാര്യം സംസാരിക്കുന്നത് നമ്മുടെ സെഞ്ചുറിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ അവളെ ചെറുതായിട്ടൊന്ന് വാൺ ചെയ്യുന്നുണ്ട്. തൻ്റെ മുമ്പിൽ വെച്ച് ഇനി മേലെ ചാട പേര് പറയരുതെന്ന് പറഞ്ഞ്. അതും പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് അവൻ അവിടുന്ന് ചാട പേര് പറഞ്ഞതിൻ്റെ പേരിൽ പിണങ്ങി പോകുന്നുണ്ട്. റെജിനോ തൻ്റെ കൂടെ ഉള്ളപ്പോഴും ചാട പേര് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കാരണം അവളോടും പിണങ്ങി അവൻ ഏതോ ഒരു സാധനത്തെ പോയി കയറി ഇരിക്കുന്നുണ്ട്. അവനെ തപ്പി റെജിനോ അങ്ങോട്ടേക്ക് വരുന്നു. ഒന്നാമത്തെ സെഞ്ചുറി നല്ല ദേഷ്യത്തില്ല. ആ കൂടെ റെജിനോ ഓരോന്നും പറഞ്ഞ് പിന്നെ അവൻ്റെ ബി പി കൂട്ടിക്കൊണ്ട് വരിക്കാം. അവസാനം ഇനിയും ചായയെപ്പറ്റി പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചാൽ 2 കാലിൽ വീട്ടിൽ പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയത് കാരണം ഒന്ന് തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. എന്താണേലും സെഞ്ചുറിയുടെ ലാസ്റ്റ് ഐഡിയ ഫയർ വർക്സ് റെജിനോയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കെട്ടിയ ലാക്കിന് സെഞ്ചുറി റെജിനോയോടൊന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, നീ ആ ചായനെ അങ്ങ് മറന്നേക്ക്, എനിക്ക് നിന്നെ വേണം, അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സെഞ്ചുറി ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നോട് വല്ല ഹെൽപ്പും ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. എന്തായിരുന്നു ആ ഹെൽപ്പ്, ആ ഫേവർ എന്ന് ഇപ്പോഴാണ് നമ്മുടെ റെജിനോയ്ക്ക് ശരിക്കും മനസ്സിലായത്. അതേ കാര്യം ഇപ്പോൾ നമ്മുടെ സെഞ്ചുറി റെജിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഡോക്ടർ ആവുമെന്ന്. എടുത്തപടി തന്നെ നമ്മുടെ സെഞ്ചുറിയോട് റെജിനോ പറയുന്നുണ്ട്, എനിക്കങ്ങ് പറ്റത്തില്ല എന്ന്. പക്ഷേ നിന്നെ തന്നെ ഞാൻ എൻ്റെ ഡോക്ടർ ആക്കുമെന്നും പറഞ്ഞ് റെജിനോനെ പതിയെ തലോടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് സെഞ്ചുറി അടുത്തേക്ക് വന്നപ്പം നമ്മുടെ റെജിനോയും ഒന്ന് സ്റ്റക്കായി പോകുന്നുണ്ട്. എന്നാൽ സെഞ്ചുറി കിസ് ചെയ്യാൻ വന്നപ്പം അവളോട്ട് തടയുന്നുമില്ല. കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സെഞ്ചുറിക്ക് പെട്ടെന്നൊരു അടി കിട്ടിയ പോലെ ചാ വരുന്നു. ചാ ആണെങ്കിൽ താൻ എന്ത് കുന്തോടാ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഓർത്ത് ഷോക്കായി നിൽക്കുമ്പോൾ റെജിനോ ആണെങ്കിൽ ഇതേ സമയം ഇത് ഇത്ര പെട്ടെന്ന് തീർന്നു എന്നുള്ള മട്ടിൽ നമ്മുടെ ചായ നോക്കുന്നു. ചാട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള മടി കാരണം റെജിനോ ആ സാധനത്തെ അങ്ങ് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ ചാ പോയി പിടിച്ചു നിർത്തി കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇനി ഒരു തരത്തിലും തന്നെ മീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും താൻ വിളിച്ചപ്പോൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. സെയിം ടൈമിൽ നമ്മുടെ മാനേജർ ഗാർഡ്സിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചാ സെഞ്ചുറി ആണെന്ന് കരുതി അവനെ ലോക്ക് ചെയ്ത് പിടിക്കുന്നുമുണ്ട്. പക്ഷെ ചായയാണെന്ന് മനസ്സിലാക്കുമ്പോൾ വിടുന്നുണ്ട്. ഇങ്ങനത്തെ സംഭവം ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ റെജിനോ കിട്ടിയതക്കത്തിനോടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് റെജിനോ കുറ്റവാളിയെ പോലെ നമ്മുടെ ചീഫ് ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്നതാണ്. വഴുക്ക് പറഞ്ഞില്ലേലും സെഞ്ചുറി റെജിനയെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് കുറച്ച് നാളത്തേന് അവളോട് വീട്ടിൽ പോയി നിൽക്കാൻ പറയുന്നുണ്ട്. വീട്ടിലേക്കെങ്ങും ചാ വരത്തില്ല എന്ന് പറഞ്ഞു.
വീട്ടിലേക്ക് പോകാനായിട്ട് തിങ്സ് എല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെജിനോയുടെ മൈൻഡ് ഫുള്ള് നേരത്തെ നടന്ന സംഭവം മാത്രം. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ചായക്കും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ചായയും ഡോക്ടറും മീറ്റ് ചെയ്യുന്നതാണ്. എന്തോ ഡേറ്റിങ്ങിന് വന്ന കപ്പിൾസിനെ പോലെ ആരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ നോക്കി. കാരണം ഡയറക്റ്റായിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയാൽ അത് ഏതെങ്കിലും തരത്തിൽ കമ്പനിയിൽ അറിയും. കമ്പനിയിൽ അറിഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അൺഒഫീഷ്യൽ മീറ്റിംഗ് വെച്ചത്. കിജൂണിനിപ്പം ചാടെ കാര്യത്തിൽ എന്തൊക്കെയൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട് കിജൂൺ ആണെങ്കിൽ നമ്മുടെ ചായക്കിട്ട് എന്തൊക്കെയോ പണിയും കൊടുക്കുന്നുണ്ട് കമ്പനിയിൽ. കൂടുതൽ ഇതിനെപ്പറ്റിയൊക്കെ കിജൂണിനോട് ചോദിക്കാൻ പോയാൽ തൻ്റെ ഹെൽത്ത് ഇഷ്യൂ അവൻ ഈ വിഷയത്തിലേക്ക് എടുത്തിടുവോ എന്ന് ഓർത്തിട്ട് അതങ്ങ് വിടുന്നുമുണ്ട്. അല്ലെങ്കിലും കിജൂണിൻ്റെ വായിരിക്കുന്ന കേൾക്കേണ്ട കാര്യമൊന്നും നമ്മുടെ ചായക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ചാടെ സ്ഥാനത്ത് നമ്മുടെ സെഞ്ചുറിങ്ങാനും ആയിരുന്നു കിജൂണിനെ എപ്പോൾ എടുത്ത് തോട്ടിലെറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് സീനിൽ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ട് സെഞ്ചുറി നമ്മുടെ റെജിനോയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ആ ചെടി കാണുമ്പോൾ അവനത് വലിച്ചു കീറി നോക്കുന്നുണ്ട്. അതിൽ വല്ല ബോംബോ ഡ്രഗ്സോ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ. പിന്നെ ആ ജാക്കറ്റ് കാണുമ്പം കുറച്ച് മുന്നേ നടന്ന സംഭവങ്ങൾ ഒന്ന് തലയിൽ കൂടെ ഓടി പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചായക്കും റെജിനോയുടെ എന്തൊക്കെയൊക്കെയോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടായി കാണിക്കുന്നത് പിന്നെയും നമ്മുടെ ചായക്ക് ഒരു ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചു. ചാടെ ഉള്ളിൽ നിന്ന് വീണ്ടും നമ്മുടെ പെരി പാർക്ക് പുറത്തു വന്നിരിക്കുന്നു. ചായക്ക് ക്യാരക്ടർ ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് റെജിനോയും റിയോണും പുറത്തിരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. റെജിനോ വിറക് വെട്ടിപ്പണിയെടുക്കുമ്പോൾ റിയോൺ വെറുതെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പെരിയാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് ഒരുവിധം റെജിനോയുടെ വീടിൻ്റെ അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് വരുന്നു. കറക്റ്റ് പെറി എങ്ങനെയാടാ റെജിനോയുടെ വീട്ടിൽ വന്നതെന്നൊക്കെ ചോദിച്ചാൽ റെജിനോയുടെ വീടാണെന്ന് വെച്ചൊന്നും അല്ല അവൻ വന്നത്. അവൻ്റെ കയ്യിൽ റെജിനോയുടെ വീടിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിലേക്കാണ് ശരിക്കും അവൻ വന്നത്. എങ്ങനെയാണ് പെരിയുടെ കയ്യിൽ റെജിനോയുടെ വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയതെന്നൊക്കെ നമുക്ക് വഴി അറിയാം. പെറി അങ്ങോട്ട് വന്നപ്പോൾ തന്നെ കള്ളിൻ്റെ മണം മൂക്കിലേക്ക് അങ്ങ് അടിച്ച് കയറുന്നു. ഇന്ന് ഞാൻ കുടിച്ച് പരിക്കൂടാന്നും പറഞ്ഞ് ചാടി തുള്ളി പോകാൻ നിൽക്കുമ്പോൾ പാവം തലക്കടി കിട്ടിയ പോലെ വീണ്ടും അവന് ക്യാരക്ടർ ചേഞ്ച് സംഭവിക്കുന്നു. ഇപ്പം പുറത്ത് വന്നത് ചായയാണ്. പാവം പെറിന് ഒരു പെഗ് പോലും അടിക്കാൻ നാറികൾ സമ്മതിക്കുകയില്ല. എന്താണെങ്കിലും ക്യാരക്ടർ മാറിയപ്പോൾ തന്നെ ചായ ആണെങ്കിൽ പെറിനെയും ചീത്ത വിളിച്ച് ഡ്രസ്സ് മാറാനായിട്ട് കാറിലേക്ക് കയറുന്നു. ഇവന്മാർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തത് കാരണം ക്യാരക്ടർ മാറിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി ഡ്രസ്സ് മാറ്റലാണ്. ഇതേസമയം നമ്മുടെ റെജിനോയും റിയോണും ഒക്കെ ആണെങ്കിൽ പണിയൊക്കെ എടുത്ത് ക്ഷീണത്തിൽ ഒരു ബിയറൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. വീട്ടിലെ ഫ്രണ്ടിൽ എത്താറായപ്പോൾ ഒരു കാറ് ഭയങ്കരമായിട്ട് കിടന്നങ്ങ് കുലുങ്ങുന്നു. റെജിനോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടി തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് നമ്മുടെ റിയോണാണെങ്കിൽ നാണിച്ചിട്ട് അതെന്താന്നൊക്കെ ചോദിച്ച് നാണമില്ലാത്തവൻ റെജിനോയോട് ഫോളോ മീന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ടും അവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് എത്തി നോക്കാൻ പോകുന്നു. റെജിനോ ആണെങ്കിൽ അവിടെ നാണമില്ലാത്തവനെ ഇവിടെ വാടാതെ പറയുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി താറാൻ കുഞ്ഞുങ്ങളെയും പോലെ ഒന്തി പോയി എത്തി നോക്കുന്നുണ്ട്. അപ്പോഴത്തെ റിയോന്റെ സന്തോഷം ഒന്ന് കാണണം. അങ്ങനെ രണ്ടും കൂടെ മെല്ലെ എത്തി നോക്കുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇവന്മാരെ കണ്ടപ്പം മുഖമൊക്കെ പൊത്തി പോകാൻ നിൽക്കുമ്പോൾ റിയോണാണെ തുറക്കെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. റിയോന്റെ തൊല്ല സഹിക്കാമെല്ലാതാകുമ്പോഴത്തേനും അങ്ങ് തുറന്ന് കൊടുക്കുന്നുണ്ട്. റെജിനോ ചായയും കണ്ട് ഞെട്ടി പുറകോട്ട് പോകുമ്പം റിയോൺ ചായ പെട്ടെന്ന് കയറി പെരി പാർക്കെന്ന് വിളിക്കുന്നു. അവിടുന്ന് സീൻ കട്ടായി കാണിക്കുന്നത് ചിരിയും കളിയും ഡ്രിങ്ക്സും ഒക്കെയാണ്. റിയോൻ ചായയും കൂട്ടി അകത്തേക്ക് വന്ന് പെരി പാർക്കെന്നും പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതേ സമയം നമ്മുടെ റെജിനോയും ചായയും ആണെങ്കിൽ കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും കണ്ട പരിചയം കാണിക്കുന്നില്ല. ഞങ്ങളെങ്ങും കണ്ടിട്ടില്ലേ എന്നുള്ള മട്ടിൽ. അപ്പോൾ റെജിനോ റിയോനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് പെരീനെ അറിയാവുന്നത്? സംഭവം എന്താന്ന് വെച്ചാൽ അന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് കൊറിയയിലേക്ക് വരാൻ നോക്കിയില്ലേ, അന്ന് ആദ്യം ചാടെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന ക്യാരക്ടർ സെഞ്ചുറി തന്നെയായിരുന്നു. സെഞ്ചുറി അവനെ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് വരെ എത്തിച്ചു. എന്നിട്ട് അവിടെ കിടന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് സെഞ്ചുറി ഒന്ന് മയങ്ങാൻ പോയി. ആ കൂടെ റിയോണും ഉറങ്ങി. പിന്നെ റിയോൺ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് റിയോണിൻ്റെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പെറിയനാണ്. കിട്ടിപ്പോയെന്ന് പറഞ്ഞ് കുടിക്കാൻ പോയപ്പോൾ റിയോൺ കണ്ണു തുറന്ന് കണ്ടു. അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അവരങ്ങ് ഫ്രണ്ട്സായി. അതായത് അന്ന് ഫ്ലൈറ്റിൽ നിന്ന് ചാടെ മൂന്നാമത്തെ ക്യാരക്ടറായിട്ടുള്ള പെരി പാർക്കും പുറത്ത് വന്നായിരുന്നു. പെരി പാർക്ക് നമ്മുടെ റിയോണുമായിട്ട് കമ്പനിയായിട്ട് ഫ്രണ്ട്ഷിപ്പായി. ആ ഫ്രണ്ട്ഷിപ്പിന് പുറത്താണ് റെജിനോയുടെ വീടിൻ്റെ അഡ്രസ്സ് പെരിയുടെ കയ്യിൽ കിട്ടിയതും വണ്ടി കയറി അവൻ വീട്ടിൽ വന്ന് ഇറങ്ങിയതും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ റെജിനോനെ അപ്പൻ എന്തോ സാധനം എടുക്കാനായിട്ട് സെല്ലറിലേക്ക് പറഞ്ഞു കൊടുന്നു. നൈസായിട്ട് നമ്മുടെ ചായനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പം അപ്പൻ അവളെ ചീത്ത പറഞ്ഞു ഓടിക്കുന്നുണ്ട്. റെജിന പോയപ്പം റിയോന്റെ ഫോണിലേക്ക് എന്തോ മെസ്സേജ്, വർക്ക് റിലേറ്റഡ് എന്തോ മെസ്സേജ് വരുന്ന കാരണം അവനും അങ്ങ് എണീറ്റ് പോകുന്നു. ചായയും അവൻ്റെ കൂടെ ചാടാനായിട്ട് നോക്കുമ്പം അപ്പം വീടുന്ന മട്ടേയില്ല. അപ്പോൾ റെജിനോ ആണെങ്കിൽ ചാടെ ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ട് റെസ്റ്റ് റൂമിൽ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങാൻ. അത് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പം അപ്പനാണെങ്കിൽ അവൻ്റെ ഫോണും അവിടെ വായിച്ചു വെക്കുന്നു. ഒരു കാര്യം ഞാനിവിടെ ക്ലിയർ ചെയ്തോട്ടെ, കൺഫ്യൂസ് ആകരുതെന്ന് കരുതിയിട്ടാണ് പറയണത്, ഇടയ്ക്ക് പറയുന്നതിൽ ക്ഷമിക്കണം. ചാടെ ഉള്ളിൽ നിന്ന് വന്ന പെരിയാണ് റെജിനോയുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ വന്നത്. അവിടുന്ന് എന്തോ തലയ്ക്ക് അടി കിട്ടിയ പോലെ ക്യാരക്ടർ മാറി വീണ്ടും തന്നെ വന്നു. റിയോണിനും അപ്പയ്ക്കും അമ്മയ്ക്കും ചായ പെരിയായിട്ടേ അറിയത്തുള്ളൂ, പെരി പാർക്കായിട്ടേ അറിയത്തുള്ളൂ. സോ അവരുടെ മുമ്പിൽ പെരിയായിട്ട് ഇപ്പം തൽക്കാലത്തേനൊന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ അങ്ങനെ റെജിനോടെ മെസ്സേജ് കിട്ടിയത് കാരണം ചായം താഴേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ റെജിനോ അവനെയും കൂട്ടി ആ സെല്ലറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. അകത്ത് കയറിയപ്പം അവൾ ആ ഡോറ് ഒരു വുഡിൻ്റെ പീസ് വെച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. കാരണം ആ ഡോറിന് കംപ്ലൈൻറ്റ് ഉള്ളതാണ്, അത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നേ തുറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ചായയോട് സംസാരിക്കുന്നുണ്ട്. റെജിനോ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും റിയോണിനെ കാണാൻ തന്നെ വന്നതാണോ അതോ എന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അവളെ അത് പറഞ്ഞു തീർക്കാൻ പോലും സമ്മതിക്കാതെ അവൻ ചാടിക്കയറി പറയുന്നുണ്ട്, ഇല്ല ഞാനല്ല വന്നത്, പെറിയാണ് വന്നതെന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ റെജിനോ ഒന്ന് ടെററാവുന്നുണ്ട്. ആ ദേഷ്യത്തിൽ നീ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞ് പോകാമെന്നോർത്ത് തിരിയുമ്പം ആ ഡോറ് കംപ്ലൈൻ്റ് ആണെന്ന് അറിയാതെ അങ്ങ് അടയ്ക്കുന്നു. അതിന് റെജിനോ അവനെ നല്ലത് പറയുന്നുണ്ട്. ഡോറ് കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞപ്പം അവനെ ചവിട്ടി പൊളിക്കാനും നോക്കുന്നുണ്ട്. ശരി, എന്നാൽ അടച്ചതടച്ച് റിയോണിനെ വിളിച്ച് തുറക്കാൻ പറയാമെന്ന് ഫോൺ ചോദിക്കും. അവൻ്റെ ഫോണാണെങ്കിൽ റിജിനോട് അപ്പൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി, എന്നാൽ പിന്നെ എന്നാ ചെയ്യാൻ, ആരെങ്കിലും അന്വേഷിച്ച് വരുന്നണം വരെ അവിടെ ഇരിക്കാമെന്ന് ഓർത്ത് വെച്ചിരിക്കുമ്പം റെജിനോ ആണെങ്കിൽ ആ സെല്ലറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നുള്ള വൈൻ മുഴുവൻ പേടി കാരണം എടുത്ത് കുടിക്കുന്നുണ്ട്. കുടിച്ച് ബോധവും പോകുന്നു. റെജിനോ ചായയോട് പറയുന്നുണ്ട്, കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഈ ഇരുട്ടുമുറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പേടി മാറ്റാനായിട്ട് അപ്പം എപ്പോഴും എന്നെ ഇങ്ങനെ രാത്രിയിൽ സെല്ലറിലേക്കൊക്കെ തന്നെ പറഞ്ഞു വിടും. എൻ്റെ ധൈര്യത്തിന് റിയോണിനോടും കൂടെ വരാൻ പറഞ്ഞാൽ ആ നാറിക്ക് അതിലും വലിയ പേടിയാണ്. അങ്ങനെ കഥയെല്ലാം പറഞ്ഞു പറഞ്ഞ് അവൾ പുറയിലേക്ക് വീഴാൻ പോകുന്നു. വീഴാതിരിക്കാനായിട്ട് ചാകേറി പെട്ടെന്ന് പിടിക്കുന്നുമുണ്ട്. പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ രണ്ടുപേരുടെയും കണ്ണും ഉടക്കുന്നുണ്ട്. രണ്ടുപേർക്കും എന്തോ ഒരു ഫീലിങ്സ് തോന്നുന്നു. റെജിനോനെ എന്തോ ഒരു ഫീലിങ്സോടെ നോക്കുന്നത് കണ്ടപ്പം റെജിനോ വിചാരിച്ചത് വീണ്ടും മാറി സെഞ്ചുറി വന്നെന്നാണ്. അത് അവനോട് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ സെഞ്ചുറി അല്ല, ഞാൻ തന്നെയാണ്, എന്താ തെളിയിക്കണമെന്ന്. അതും ചോദിച്ച് അവളെ കിസ് ചെയ്യാൻ അടുത്തേക്ക് പോകുന്നു. പക്ഷേ കിസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിൽക്കപ്പം എപ്പിസോഡ് അവരുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. അതെന്ത് പരിപാടിയല്ലേ. ഇനിയിപ്പോൾ എന്ത് നടന്നോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് അറിയാം. അടുത്ത എപ്പിസോഡും ഞാൻ ഉടനെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വേഗം തന്നെ വന്നേക്കാം. അണ്ടിൽ ദെൻ ബൈ.